കാര്യം ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ ആദ്യം നോക്കേണ്ട കാര്യം വരാം. ഇവിടെ ഒരു ഗേജ് ലെവൽ കാണുന്നുണ്ട് അല്ലേ? നിങ്ങൾ കാണാത്ത ആളുകൾ ജസ്റ്റ് ഞാൻ ഇങ്ങനെ പാസ് ചെയ്ത് തരട്ടോ. ഗേജ് ലെവൽ ഉണ്ട്. ആ ഗേജ് ലെവൽ നിങ്ങൾ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കാൻ നമുക്ക് സുലഭമായിട്ട് നമ്മുടെ എല്ലാ ഓഫീസുകളിലും നമ്മുടെ എല്ലാ യാത്രാവേളകളും ഒക്കെ കാണുന്ന കാര്യങ്ങൾ ഇനിയെങ്കിലും കാണുന്ന സമയത്ത് നോക്കാം. ആ ഗേജ് ലെവലിൽ രണ്ട് എൻഡിലും റെഡ് കളറാണ്. രണ്ട് എൻഡിലും റെഡ് കളറും മിഡിൽ പോർഷനിൽ ഒരു പച്ച കളറിലായിട്ടുള്ള ഒരു സിമ്പിൾ ആയതാണ് അല്ലേ? അതിലൊരു നീഡലുണ്ട്, ഒരു സൂചി ഉണ്ട് അല്ലേ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ നീഡില് ആ സൂചി പച്ച കളറിൽ നിൽക്കുന്ന സമയമാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ അവിടെ നിൽക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ സാധനം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ റെഡിൽ വീണ് കിടക്കുന്ന സമയത്തിന് മുകളിൽ മസിൽ പിടിക്കാൻ നിൽക്കേണ്ട, ഈ സാധനം വളർത്താവില്ല. പറഞ്ഞാൽ മനസ്സിലായില്ലേ? പിന്നെ അതിന്റെ മുകളിൽ നമ്മൾ റിപ്പയർ ചെയ്യാൻ നിൽക്കേണ്ട. ഇതൊക്കെ പ്രഷർ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു ഡിവൈസ് ആണ്. എന്തെങ്കിലും കേസിൽ ഒരു മെക്കാനിക്കൽ എറർ വന്നിട്ട് തെറിക്കുന്ന സമയത്ത് ബുള്ളറ്റ് വരുന്ന പോലെ നമ്മുടെ തലയ്ക്കോ മുഖത്തൊക്കെ അടിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഉപയോഗിക്കാൻ കൊള്ളുകയാണെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. ആദ്യം നമ്മളെടുത്ത് നോക്കുന്ന സാധനം ഓക്കെ റെഡി ഉപയോഗിക്കാം. അതല്ലാതെ ഇതിപ്പോൾ ശരിയാക്കി തരാന്ന് പറയുന്നതൊക്കെ പിടിച്ച് വലിച്ച് തിരിച്ച് നമ്മൾ പ്രഷർ വരും നോക്കാൻ ശ്രമിക്കേണ്ട. ഹൈ പ്രഷറാണ്. അടിക്കുന്ന സമയത്ത് ബുള്ളറ്റ് അടിക്കുന്ന പോലെ അടിക്കും. അടിച്ച് ഇവിടേക്ക് അടിക്കും. അറിയാലോ, പറയണ്ടല്ലോ അല്ലേ? ചിലപ്പോൾ നമ്മൾ തന്നെ ബോധം കിട്ടും താഴെ വീഴും. ആ വീഴ്ച ഇങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ പുറകിലടിക്കും. അത് മതി മരണകാരണമായി. അതെങ്ങനെ ഉപയോഗിക്കേണ്ട രീതി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇതിലൊരു സീര ഉണ്ടായിരിക്കും, ഒരു പിന്ന് ഉണ്ടായിരിക്കും, ഒരു ജാക്ക് ഉണ്ടായിരിക്കും അല്ലേ? ജാക്ക് രണ്ടും അമർന്ന് പോകാണ്ടിരിക്കാൻ വേണ്ടി അതിനെ സപ്പോർട്ട് ചെയ്ത സാധനം. അപ്പോൾ അത്രയും സേഫ്റ്റി മെഷർമെന്റ് അല്ലെങ്കിൽ ആ സേഫ്റ്റി ഫീച്ചറോട് കൂടി തന്നെയാണ് ഇത്തരം സംവിധാനങ്ങൾ പുറത്തിറങ്ങുന്നത്. അപ്പോൾ നമ്മളിത് എങ്ങനെ ഉപയോഗിക്കാൻ ചെയ്യുകയാണെങ്കിൽ പാസ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വേർഡോട് കൂടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും? ഈ ഒരു എക്സ്റ്റിങ്വിഷർ ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ കേട്ടിട്ടായിരിക്കും പാസ്, PASS എന്നാണ് ആ പാസ് ഉള്ളത്. P for pull the pin ആണ്. നമുക്കറിയാം വെറുതെ പിടിച്ചടിച്ചാൽ സാധനം വരില്ല അല്ലേ? pull the pin എന്നാൽ ഈ പിന്ന് വലിക്കുക. പിന്ന് വലിക്കണമെങ്കിൽ നമ്മൾ ആദ്യം സീൽ ചെയ്യണം, പൊട്ടിക്കണം അല്ലേ? ഇതിങ്ങനെ പിടിച്ചിട്ട് ഒരൊറ്റ വലി കൊണ്ട് വലിച്ചാൽ ഇതൊക്കെ പൊട്ടിക്കാൻ നമ്മൾ ഡിപ്ലോമ കഴിയണം. ഇതൊക്കെ നമുക്കറിയില്ലേ? അത് വലിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ സാധനം പിന്നും കൊണ്ടുപോരും. ഈ ബാക്കിൽ ഇങ്ങനെ ചിലപ്പോൾ മഞ്ഞ കളറാകും, പച്ച കളറാകും, കറുപ്പ്, ഇപ്പം നിലവിൽ കറുപ്പ് കളറാകും. ഈ സാധനം പുറകോട്ട് തട്ടി കഴിക്കണമെങ്കിൽ എൻ്റെ വിരലോട്ട് വെച്ച് വലിച്ചിക്കണമെങ്കിൽ ഈ സാധനം റെഡി ഫോർ ആക്ഷൻ. അടുത്ത അക്ഷരം എന്താ? ലെറ്റർ എന്താ? എയിം ദ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. എയിം ദ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഏതാണോ അഗ്നി, ആ അഗ്നി നാളത്തിലേക്കല്ല, അഗ്നിയുടെ സീറ്റ് ഓഫ് ദ ഫയർ അല്ലെങ്കിൽ അതിന്റെ അടിഭാഗത്തേക്കായിരിക്കും അടിക്കുന്നത്. ഇത് പെട്ടെന്ന് ഒരു ഫ്ലെയിം ആണ്, ഒരു ഫയർ ആണെന്ന് വിചാരിച്ചു. അപ്പൊ ഈ ഫയറിലേക്ക് നമ്മൾ അടിക്കേണ്ടത് എവിടെ വെച്ചിട്ടാണെങ്കിൽ തീന്റെ നാളത്തിലേക്ക് ഇവിടേക്ക് എല്ലാം അടിക്കേണ്ടത്. സീറ്റ് ഓഫ് ഫയർ എന്ന് പറഞ്ഞാൽ അതിന്റെ താഴെ ഭാഗത്തേക്ക്, അവിടെയാണ് ഫ്യൂർ ഉള്ളത്, അവിടേക്ക് നമ്മൾ അടിക്കുന്നത്. ആ ഫ്യൂർ ആയിരിക്കും നമ്മൾ എയിം ചെയ്യുന്നത് അല്ലേ? അപ്പൊ അതിന്റെ നമ്മൾ ചെയ്ത സാധനം ഒരു കാര്യം ഞാൻ പറയാൻ പറ്റുപോയി. ഈ ഒരു ട്യൂബ് കണ്ടോ? കണ്ടോ? ശരിയാണോ? എന്താ അതിന്റെ പ്രശ്നം? ഇതിന്റെ പ്രശ്നം. ഇതിന്റെ പേരാണ് ഫ്ലെക്സിബിൾ ട്യൂബ് എന്ന് പറയുന്നത്. ഇത് ഫ്ലെക്സിബിൾ ആണ്. അപ്പം ചില സമയത്ത് നമുക്ക് നോക്കും ഇങ്ങനെ നിൽക്കും അല്ലേ? ഇതൊക്കെ നോക്കും ഇങ്ങോട്ട് നിൽക്കും, ചിലപ്പോൾ ഇങ്ങോട്ട്, ചിലപ്പോൾ ഇങ്ങോട്ട്. ഏത് കണ്ടീഷനിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സാധനം നിൽക്കാൻ പറ്റും. മാത്രമല്ല ഇതിനെ മടക്കാനോ വളയ്ക്കാനൊക്കെ പറ്റും. അപ്പൊ നിങ്ങൾ അറിയാത്തൊരു എക്സ്പേർട്ട് അല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പം ഈ സാധനം ഇങ്ങനെയായിരിക്കും നിൽക്കുന്നുണ്ട്. നമ്മൾ പാനിക്കായ കണ്ടീഷൻ ഇതൊക്കെ നോക്കി പെട്ടെന്ന് അബദ്ധത്തിൽ അടിയുന്നുണ്ടോ എന്ന് പറയാൻ വേണ്ടി വെറുതെ അമർത്തുന്ന സമയത്ത് ഇതൊക്കെ ഒറ്റ സമയം അടിക്കാൻ പറ്റും. നിങ്ങൾ ഒറ്റ പ്രസ് കൊടുക്കുന്നതോട് കൂടിയിട്ട് അതിന്റെ കാറ്ററിച്ച് പൊട്ടുന്നു, അതിന്റെ ചേമ്പറുകൾ നിറയുന്നു, ആ പറയുന്ന പൗഡറായിട്ട് കറങ്ങിയിട്ട് നേരെ ഒരു റൊട്ടേഷൻ അടിച്ചിട്ട് നേരെ ഇതിലൂടെ വരിക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അടിക്കേണ്ട കണ്ടീഷൻ വരില്ല. ഒറ്റ അടിക്കുന്നുണ്ടാവും ഇതിലുള്ള ആ ഒരു സാധനം വരും. എനിക്കവിടെ ഒരു 60 സെക്കൻഡ് പരമാവധി നമുക്കിത് ഉപയോഗിക്കണം. അതായത് ഒരു എക്സ്പെർട്ട് ഉപയോഗിക്കും ഒരു 60 സെക്കൻഡ് കൊണ്ട് ഇതിലുള്ള മൊത്തം ഈ പറയുന്ന ടെസ്റ്റും അല്ലെങ്കിൽ ഈ പറയുന്ന പിന്നെ പ്രൊഡക്റ്റും എന്താവും ഈ പുറത്തേക്ക് വരുന്നൊരു വിശേഷമാണ്. അപ്പൊ അതുകൊണ്ട് വളരെ കെയർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കണം. അശ്രദ്ധമായിട്ട് നമ്മൾ അടിക്കുന്ന സമയത്ത് ഇത് നമുക്ക് ഫേസിലേക്ക് നിൽക്കണമെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, വളരെ പിന്നെ എന്താ പറയുക, കംപ്രഷനിൽ കൊടുത്തിരിക്കുന്ന ഒരു ഫോഴ്സ് നമ്മൾ മുഖത്തേക്ക് അടിക്കണം അവസ്ഥയിലേക്ക് ഉണ്ടാകുക. രണ്ട് കണ്ണിന്റെ കാഴ്ച പോകും അല്ലേ? ഞാൻ പറഞ്ഞൊരു ടെസ്റ്റ് ഒരു പൊടി അതിലിരിക്കുന്നത് മാത്രമല്ല, ചിലപ്പോൾ നമുക്ക് ബോധക്ഷയം ഉണ്ടാവും, നമ്മൾ അവിടെ തെളിച്ച് വീണ് പോകാൻ ചാൻസ്. അപ്പൊ അതുകൊണ്ട് എന്തായിരിക്കണം, എയിം ദ ഒബ്ജക്റ്റ് എന്ന് പറയുന്നതിന് മുന്നേ നമ്മൾ എവിടേക്ക് എന്ത് ചെയ്യണം? ഈ പറഞ്ഞ ഈ പ്രഷർ പമ്പ് ഉണ്ടല്ലോ, സോറി, ഈ ഫ്ലെക്സിബിൾ ട്യൂബ് ഉണ്ടല്ലോ, ഈ ഫ്ലെക്സിബിൾ ട്യൂബ് നമ്മൾ ആ ഫയറിന്റെ സീറ്റ് ഓഫ് ദ പാർട്ട് അല്ലേ, അല്ലെങ്കിൽ അതിന്റെ അടിഭാഗത്തേക്ക് നമ്മൾ എയിം ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു സ്ക്യൂസ് അങ്ങനെ അടിക്കുന്നതിനെയാണ് നമ്മൾ ഇങ്ങനെ അമർത്തുന്നത് നമ്മൾ സ്ക്യൂസ് എന്ന് പറയാം. സ്ക്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സ്ക്യൂസ് ഒരു എസ് കൂടി ബാക്കിയുണ്ടല്ലോ. എസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സ്യൂപ്പ് എന്നാണ്. സ്യൂപ്പ് നമ്മൾ അടിച്ചു തരുവേ, അടിച്ചു വരുന്നത് നമ്മൾ പറയുന്നതാണ് സ്യൂപ്പ് അല്ലേ? അപ്പൊ അതിലേക്ക് നമ്മളിങ്ങനെ വെച്ചിട്ട് ഒരു കൈകൊണ്ട് എന്ത് ചെയ്യാൻ ഞാൻ നന്നായിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡ് എന്ത് ചെയ്യും? ആ ഫയർ നമ്മൾ കൂട്ടുകൊണ്ടേ പറ്റും. വളരെ സ്മാർട്ടായിട്ട് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു അഗ്നിശമന ഉപാധിയാണ് ഈ പറയുന്ന എക്സ്റ്റിങ്വിഷൻ. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇത് ആർക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്? ഫയർഫോഴ്സിനാണ്.
സിവിലിയൻ ആയിട്ടുള്ള സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. എപ്പം ഒരു ഫയർ ഉണ്ടാകുന്ന ഇനീഷ്യൽ സ്റ്റേജിൽ ആദ്യ സമയത്ത് ഒരു ഫയർ ഉണ്ടാകുന്ന ഒരു പോയിന്റ് നിന്നാണ്, അതായത് ഇവിടുന്ന് ആയിരിക്കും പെട്ടെന്ന് ഫയർ ഉണ്ടാകുക, അല്ലെങ്കിൽ പെട്ടെന്ന് അവിടെ എന്തെങ്കിലും ഒരു ലിക്വിഡ് എന്തെങ്കിലും വെച്ച് അത് തട്ടി പറയുന്നത് പെട്ടെന്ന് ഫ്ലെയിം പോകും. ആ ഒരു പോയിന്റ് ഫയർ ഉണ്ടാകുക അല്ലേ. അത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് 2-3 മിനിറ്റോളം അങ്ങനെ വ്യാപിച്ചുകൊണ്ട് എന്താ വലിയ ഏരിയയിലേക്ക് പിടിക്കുന്നു. ഫയർഫോഴ്സിന് എത്തുമ്പോൾ എന്തായാലും 10-15 മിനിറ്റ് ഡിഫറൻസ് ഉണ്ടാവും. അപ്പോഴേക്കും ഈ പറയുന്ന നല്ലൊരു ഭാഗം ബുദ്ധിമുട്ടുണ്ടോ ഇനി എടുത്ത് ഉപയോഗിക്കേണ്ടോ? ഉപയോഗിക്കില്ലേ? ഓക്കെ, ധൈര്യമായിട്ട് ഉപയോഗിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ ഫയർ ഉണ്ടാകുന്ന സമയത്ത് എടുത്ത് ഉപയോഗിച്ചിട്ട് ഇതിന്റെ പേര് നിങ്ങൾ ആരും ക്രൂശിക്കാൻ പോകുന്നില്ല. ഏതെങ്കിലും രീതിയിൽ ക്രൂശിക്കുകയാണെങ്കിൽ നമുക്ക് അപ്പോൾ വഴിയുണ്ടാക്കാം. അപ്പോൾ ഇതിന്റെ പരിപാടി പിന്നെ ഇപ്പോൾ കൊടുക്കാം. നമുക്കറിയാലോ പരിപാടികൾ എങ്ങനെ ചെയ്യാറുണ്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓക്കെ, 4 പേര് വളരെ ഫാസ്റ്റ് ആയിട്ട് അടിപൊളിയല്ലേ? അടിപൊളി നല്ല കാര്യങ്ങളാണ്. അറിഞ്ഞ അങ്ങനത്തെ അതാരം ഉള്ളെന്ന് വന്നിട്ടുള്ള കാര്യങ്ങളല്ലേ. അത് സത്യസന്ധമായിട്ട് അടിക്ക് വാക്കേഴ്സായിട്ട് അടി മാറുന്നതിന് അടിച്ചാണ് കൊല്ലരുത്, അടിക്കണ പൊക്കി. ഈ അടിയിലെ ചിലപ്പോ എല്ലാവർക്കും ബോൺ കപ്പാസിറ്റി ചിലപ്പോ അടിക്കണ അടി ചിലപ്പോൾ ആൾ വെച്ചു, ചിലപ്പോൾ ചെറിയ കുട്ടിക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ അങ്ങനെ അടിക്കും. പൃഥ്വിരാജ് സാറ് വളരെ എനർജറ്റിക് ആയിട്ട് വളരെ സരസമായിട്ട് നമുക്ക് ഈ ക്ലാസ്സുകളെല്ലാം നമുക്ക് തന്നു.